എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് DHSCയുടെ ഭാഗത്തുനിന്ന് വരുന്നതാണ്. ഈ മാസം അവസാനത്തോടെ 30-ാം തീയതിക്കുള്ളിൽ പ്രസിദ്ധീകരിക്കുമെന്നൊരു അറിയിപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നൊരു വാർത്തയും ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനലിന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. +1 റിസൾട്ട് 2024 റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും. DHSCയുടെ ഭാഗത്ത് തന്നെ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ മാസം അവസാനത്തോടെ, അതായത് 30-ാം തീയതിക്കുള്ളിൽ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്നൊരു അറിയിപ്പാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. അപ്പോൾ 30-ാം തീയതിക്കകം പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും HSS റിപ്പോർട്ടറും HSS ലൈവും ഉൾപ്പെടെയുള്ള വെബ്സൈറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ വെബ്സൈറ്റാണ് HSS റിപ്പോർട്ടർ ആൻഡ് HSS ലൈവ്. അതായത് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ വെബ്സൈറ്റ് HSS റിപ്പോർട്ടറും HSS ലൈവും ഈ മാസം 28 എന്നൊരു ഡേറ്റ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. HSS റിപ്പോർട്ടറും HSS ലൈവും ഈ മാസം 28 ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ 30-ാം തീയതിക്കകം വരുമെന്ന് അറിയിപ്പ് വരുമ്പോൾ ചിലപ്പോൾ 28-ാം തീയതി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 28-ാം തീയതി നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനാവില്ല. അപ്പോൾ ഏറെ നാളായിട്ട് വിദ്യാർത്ഥികൾ കാത്തിരുന്നതും വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കും ഒക്കെ ഒരു മറുപടിയാണ്, നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പകരുന്ന വാർത്തയാണ്. +1 റിസൾട്ട് ഈ മാസം 30-ഓടെ പ്രസിദ്ധീകരിച്ചേക്കും എന്നൊരു അറിയിപ്പാണ് വരുന്നത്. എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നാൽ പോലും DHSCയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഒഫീഷ്യലായിട്ട് അവർ പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാതിരിക്കാനും സാധിക്കില്ല. ഏതായാലും ഈ മാസം അവസാനത്തോടൊപ്പം HSS റിപ്പോർട്ടറും HSS ലൈവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? 28 എന്നൊരു ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തപ്പോൾ മിക്കവാറും 28 തന്നെ വരാൻ ചാൻസ് ഉണ്ട്. ഞാനൊരിക്കലും ഉറപ്പിച്ച് പറയുന്നില്ല. നമുക്ക് വന്നു കഴിയുമ്പോൾ മാത്രം തീരുമാനിക്കാം. കാരണം ഞാൻ ഉറപ്പിച്ച് പറയാത്തതിന് കാരണമുണ്ട്. കാരണം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ ആ ഡേറ്റിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ തെറിവിളിയായിരിക്കും എന്നെ. അതുകൊണ്ടാണ് ഒരു ഡേറ്റ് ഞാൻ ഉറപ്പിച്ച് പറയാത്തത്. SLC നിങ്ങളുടെ +2 കാലഘട്ടമൊക്കെ എത്തുമ്പോൾ ഒരു ഡേറ്റ് ഉറപ്പിച്ച് പറയാൻ കേട്ടോ. അതായത് എന്താണെന്ന് വെച്ചാൽ ഡേറ്റ് നേരത്തെ അനൗൺസ്മെൻറ്റ് ചെയ്യുമല്ലോ. +1 റിസൾട്ടിൽ നിന്നും അങ്ങനത്തെ ഒരു ഡേറ്റ് പെട്ടെന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ വരാൻ സാധ്യതയുണ്ട്. കാത്തിരിക്കാൻ പറ്റും. പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. My name is Kariya, signing off.